പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് കത്തോലിക്ക സഭ വിശുദ്ധ ബെർണാഡ് പുണ്യവാളൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഇദ്ദേഹം സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ്. ഇദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എത്രയും ദളമാതാവേ എന്ന പ്രാർത്ഥന നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിന്ന് ഇത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹമല്ല യഥാർത്ഥത്തിൽ എത്രയും ദളമാതാവേ എന്ന പ്രാർത്ഥന, അത് 15-ാം നൂറ്റാണ്ടിൽ ഉരുത്തിരിഞ്ഞൊരു പ്രാർത്ഥനയാണ്. അത് പ്രചരിപ്പിച്ചത് മറ്റൊരു വൈദികനാണ്, ബെർണാഡ് എന്ന പേരുള്ള വൈദികനാണ്. എനിവേ, നമുക്ക് ഈ വിശുദ്ധൻ്റെ തിരുനാൾ നമുക്ക് കൊണ്ടാടാം. നല്ല തികഞ്ഞ മരിയഭക്തനായ ഒരു ആശ്രമ ശ്രേഷ്ഠനായ തിരുസഭ പണ്ഡിതനായ നമുക്ക് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൂടുതൽ അനുഗ്രഹം ഈ പരിശുദ്ധ കുർബാന വഴി നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഏറ്റവും ശ്രദ്ധയോടുകൂടെ നമുക്ക് ബലിയർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ ഭവനത്തോടുള്ള തീക്ഷ്ണതയാൽ കത്തിരിയുന്ന ആശ്രമശ്രേഷ്ഠനായ വിശുദ്ധ ബെർണാഡിനെ അങ്ങേ സഭയിൽ ഒരേ സമയം പ്രകാശിക്കുന്നവനും ജ്വലിക്കുന്നവനുമായി അങ്ങ് രൂപപ്പെടുത്തിയല്ലോ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ്യത്താൽ, അതേ ചൈതന്യത്താൽ തീക്ഷ്ണതയുള്ളവരായി പ്രകാശത്തിൻ്റെ മക്കളായി എന്നും ചരിക്കുവാൻ
ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ഷെക്കേമിലെയും ബെത്മിലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വെച്ച് അബീമേലെക്കിനെ രാജാവായി വാഴിച്ചു. യോത്താം ഇതറിഞ്ഞ് ഗെരിസിം മലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഷെക്കേം നിവാസികളെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ. ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് അവർ ഒലിവ് മരത്തോട് പറഞ്ഞു. ഒലിവ് മരം അവരോട് പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ? വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളെ ഭരിക്കുക. അത്തിമരം അവരോട് പറഞ്ഞു, രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ? അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക. എന്നാൽ മുന്തിരി പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞുപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ? അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപ്പടർപ്പിനോട് പറഞ്ഞു, ഞങ്ങളുടെ മേൽ വാഴുക. മുൾപ്പടർപ്പ് പറഞ്ഞു, നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ. അല്ലാത്ത പക്ഷം മുൾപ്പടർപ്പിൽ നിന്ന് തീ ഇറങ്ങി ലെബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. കർത്താവേ, കർത്താവേ, രാജാവ് രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു. അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു. അവൻ്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല. കർത്താവേ, കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. അവൻ്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു. അവൻ അങ്ങയോട് ജീവൻ യാചിച്ചു. അവിടുന്ന് അത് നൽകി. സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ. കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. അങ്ങയുടെ സഹായത്താൽ അവൻ്റെ മഹത്വം വർദ്ധിച്ചു. അങ്ങ് അവൻ്റെ മേൽ തേജസ്സും പ്രതാപവും ചൊരിഞ്ഞു. അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ ശക്തിയിൽ രാജാവ് സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ അരുളി ചെയ്തു.
സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം. ദിവസം 1 ദനാറ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസ്വരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്കിറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നതെന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്നവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിന് ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു, എന്നാൽ അവർക്കും ഓരോ ദനാറ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു, അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. 1 ദനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കുവാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കും ഇഷ്ടമുള്ളത് ചെയ്യുവാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? ഇപ്രകാരം പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വീട്ടുടമസ്ഥനാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. വീട്ടുടമസ്ഥൻ ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ടു. 2-ാമത്തെ വചനം ഇങ്ങനെയാണ്, അവർക്ക് 1 ദനാറ വീതം, ദിവസം 1 ദനാറ വീതം വേതനം നൽകാമെന്ന കരാറിലാണ് അവരെ ജോലി ഏൽപ്പിക്കുക. ജോലിക്കാരുടെ അങ്ങനെ ആരെയൊക്കെ വിളിച്ചുവോ അവരൊക്കെ ചന്തസ്ഥലത്ത് നിൽക്കുന്നവർ, ചന്തസ്ഥലം അലസരായി നിൽക്കുന്നതായി തോന്നി. അതാണ്, അലസരായി നിൽക്കുന്നത് പോലെ തോന്നി. എന്തിനോ വേണ്ടി നിൽക്കുന്ന പോലെ, ഒന്നിനും അല്ലേ, അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കാര്യവും ഇല്ലാതെ നിൽക്കുന്നത് പോലെ. അത് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 7-ാം വാക്യം ഈ വീട്ടുടമസ്ഥൻ ചോദിക്കുന്നു, നിങ്ങളെന്താണ് അലസരായി നിൽക്കുന്നത്? നിങ്ങളെന്താണ് അലസരായി നിൽക്കുന്നത്? അപ്പം അതിനവർ മറുപടി പറയുന്നുണ്ട്, ഞങ്ങളാരും കൂലിക്ക് വിളിക്കാതിരുന്നത് കൊണ്ട് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ വീട്ടുടമസ്ഥൻ്റെ ഇനീഷ്യേറ്റീവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്കാരെ വിളിക്കാൻ പോയി അവരുടെ കൂലി ആദ്യം തന്നെ പറഞ്ഞുറപ്പിച്ചു. അവസാനം എന്ത് കിട്ടുമെന്ന് അങ്ങനെ അവർക്ക് ആകുലത ഉണ്ടാകാത്ത വിധത്തിൽ അവരുടെ കൂലി ആദ്യം തന്നെ പറഞ്ഞു. ദൈവം അങ്ങനെയാണ്, എപ്പോഴും നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അനുഗ്രഹം ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അതാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അബ്രാഹത്തിൻ്റെ കാര്യം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അബ്രാഹത്തിൻ്റെ കാര്യം തുടങ്ങുന്നിടത്ത് തന്നെ പറയുന്നുണ്ട്. 12-ാം അധ്യായം 1-ാം വാക്യം, ഉൽപ്പത്തി 12:1, കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു, നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. 2-ാമത്തെ വചനം ഇങ്ങനെയാണ്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ അനുഗ്രഹം ഒരുക്കി വെച്ചിട്ടാണ് വിളിക്കുക. അതാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ്, അനുഗ്രഹം ഒരുക്കി വെച്ചിട്ടാണ് വിളിക്കുക.
കുഞ്ഞിനെ തരാൻ വേണ്ടിയിട്ടാണ് ഫാമിലി ലൈഫിലേക്ക് വിളിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ കാരണം ചിലപ്പോൾ കണ്ടെത്തേണ്ടി വരും. ശാരീരികമായ പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ തന്നെ ഉത്തരവാദിത്വം പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടായത്? ഇല്ല, ചില ഭക്ഷണക്രമങ്ങൾ അത് നന്നായിട്ടത് ക്രമീകരിച്ച് ഭക്ഷിച്ചിരുന്നുവെങ്കിൽ ശരീരത്തിന് ഇങ്ങനെ ഒരു കുഴപ്പം വരികയിലായിരുന്നു. ശരീരത്തിന് അങ്ങനെ ഒരു കുഴപ്പം വന്നതുകൊണ്ടല്ല കുട്ടിയില്ലാത്തത്. കുട്ടി തരാൻ ദൈവം തയ്യാറാണ്. അങ്ങനെ വിളിച്ച് കളിയാക്കുന്നവനല്ല ദൈവം. വാ വാ എന്ന് പറഞ്ഞിട്ട് ഇനി പൊക്കോ എന്ന് പറയുന്നവനല്ല ദൈവം. വിളിച്ചിട്ട് അനുഗ്രഹം ഒരുക്കി വെച്ചിട്ട് വിളിക്കുന്നവനാണ് ദൈവം. അപ്പോൾ ഇവർക്ക് ഒരു ധനാറ വീതം നൽകാമെന്ന കരാറിലാണ് അവരെ വിളിച്ചത്. എന്നിട്ട് അവരെ ഇടയ്ക്കിടയ്ക്ക് ഓരോ 3-ാം മണിക്കൂറിൽ, 6-ാം മണിക്കൂറിൽ, 9-ാം മണിക്കൂറിൽ, 11-ാം മണിക്കൂറിലൊക്കെ വിളിക്കുന്നവരോട് പറയുന്നത് ന്യായമായ വേതനം ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് ചിലപ്പോൾ ഈ അവസാന മണിക്കൂറിൽ ഞങ്ങൾ എങ്ങനെ പോകാനാണ്, ദിവസം തീരാറായി, നമ്മളിപ്പോൾ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ എനിക്കെന്ത് യോഗ്യതയുണ്ട്, എന്നെക്കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ദൈവം നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറയുന്ന ദൈവം നിങ്ങൾ അങ്ങോട്ട് ചെല്ലുവിൻ, മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. അങ്ങനെ യജമാനൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകാൻ എന്തിനാ മടിക്കുന്നത്? നീ അത് ചെയ്തോളൂ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ അത് ചെയ്യ് എന്ന് പറഞ്ഞ് ദൈവം ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നമ്മളത് ഏറ്റെടുക്കണ്ടേ? അതാണ് നമ്മുടെ വീട്ടുടമസ്ഥൻ്റെ ഭാഗത്തു നിന്നുള്ള ഇനീഷ്യേറ്റീവ് വളരെ വളരെ വലുതാണ്. വീട്ടുടമസ്ഥൻ്റെ, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇനീഷ്യേറ്റീവ് വളരെ വലുതാണ്. അത് നമ്മൾ ധ്യാനിക്കണം. എപ്പോഴും ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ വളരെ വലുതാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ദൈവത്തിൻ്റെ കരുണ. നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നമുക്കെപ്പോഴും എക്സ്ക്യൂസ് ഉണ്ട് എല്ലാത്തിനും. എന്താ നീ പഠിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എക്സ്ക്യൂസ് ഉണ്ട്. നീ എന്താ അങ്ങനെ ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എക്സ്ക്യൂസ് ഉണ്ട്. ഞങ്ങളാരും വിളിക്കാതിരുന്നത് കൊണ്ട്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങളാരും വിളിക്കാതിരുന്നത് കൊണ്ട്. നമ്മളൊരു കുട്ടിയെ സ്കൂളിൽ അയച്ചു. കുട്ടി സ്കൂളിൽ പോയിരുന്ന് പഠിക്കണം. കുറച്ച് കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ സ്കൂളിൽ പോയി പഠിക്കേണ്ടത് കുട്ടിയുടെ കടമയാണ്. കുട്ടിയെ സ്കൂളിൽ ചേർത്തിട്ട് നമ്മളാണ് പോയിരുന്ന് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കടമയില്ലേ? എല്ലാവർക്കും ഓരോ കാര്യങ്ങളില്ലേ? അപ്പോൾ മറ്റൊരാൾക്ക് എങ്ങനെ കൂടുതലായിട്ട് സഹായിക്കാൻ പറ്റും? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യണ്ടേ? ഞങ്ങളാരും വിളിക്കാതിരുന്നത് കൊണ്ട് എന്ന് പറയുമ്പോൾ ജോലി ഉണ്ടോ, യജമാനനെ ഒരു ജോലി തരാനുണ്ടോ എന്ന് ചോദിക്കണ്ടേ? വാ തുറന്ന് ചോദിക്കണ്ടേ? ജോലി ഇങ്ങനെ നമുക്ക് കൊണ്ടുവന്ന് തരാൻ അങ്ങനെയുള്ള ജോലികളുണ്ടോ? നമ്മൾ പോയിട്ട് അന്വേഷിക്കണം. അതുപോലെയാണ് നമ്മൾ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം എപ്പോഴും വളരെ വലുതാണ്. അതായത് ദൈവം ഇങ്ങനെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല. ഇപ്പോൾ ഇന്ന് എത്രയും ദളമാതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചൊരു ചിന്ത ഇന്നും ഉണ്ട്. കാരണം ഇന്നത്തെ വിശുദ്ധനാണത് എഴുതിയത് എന്ന് പലരും ധരിച്ചിരിക്കുകയാണ്. പക്ഷെ അത് 15-ാം നൂറ്റാണ്ടിലുണ്ടായ പ്രാർത്ഥനയാണ്. അത് 17-ാം നൂറ്റാണ്ടിലാണ് ബെർണാഡ് എന്ന മറ്റൊരു പുരോഹിതൻ അത് പ്രചരിപ്പിച്ചത്. 1846 9-ാം പിയൂസ് പാപ്പ അത് ഇന്നത്തെ രൂപത്തിൽ എത്രയും ദളമാതാവേ എന്ന പ്രാർത്ഥന രൂപപ്പെടുത്തി. എന്നിട്ട് തുടർന്നുള്ള കാലയളവിൽ എനിക്ക് തോന്നുന്നത് 2004 ഇത് ഭക്തിപൂർവം ചൊല്ലിയാൽ ഭാഗികമായ ദണ്ഡവിമോചനം സഭ അനുവദിച്ചിട്ടുണ്ട്. എത്രയും ദളമാതാവ് ചൊല്ലിയാൽ. എത്രയും ദളമാതാവ് എന്ന പ്രാർത്ഥന പരിശുദ്ധ കുർബാനയോളം വലുതാണോ? അപ്പം നമ്മളെ ഉപേക്ഷിച്ച് കളയാതിരിക്കാൻ രക്ഷപ്പെടാൻ വേണ്ടി എത്രയും ദളമാതാവ് എന്ന പ്രാർത്ഥന പോലും അത് ഭക്തിപൂർവം ചൊല്ലിയാൽ ഭാഗികമായ ദണ്ഡവിമോചനം കൽപ്പിച്ചു തരികയാണ് കത്തോലിക്ക സഭ. ഈ പ്രാർത്ഥനയിൽ എന്താണ്? അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുകയല്ല, ഇല്ലേ? ഒരിക്കലും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ലല്ലോ എന്ന് നീ ഓർക്കണമേ. ഈ ധൈര്യമാണ്, ഇല്ലേ? പ്രാർത്ഥനയുടെ കണ്ടന്റ് അതല്ലേ? അങ്ങയോട് അപേക്ഷിച്ചവരിൽ ആരെയും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ഈ ധൈര്യമാണ് എന്നെ അങ്ങയോട് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഉപേക്ഷിക്കാത്തവനാണ് ദൈവം. ദൈവം ഉപേക്ഷിക്കാത്തവനാണ് ദൈവം. ഇനി അപ്പോൾ ആദ്യ മണിക്കൂറിൽ വന്നവർക്ക് പെറുപെറുപ്പായി. അവരിങ്ങനെ വിചാരിച്ചു. അപ്പോൾ അവസാനം വന്നവർക്ക് 1 ധനാറ കൊടുത്തു. എഗ്രി ചെയ്തത് 1 ധനാറയാണ്. അവസാനം വന്നവർക്ക് 1 ധനാറ കൊടുത്തപ്പോൾ ആദ്യം വന്നവർ അവർ വിചാരിച്ചു ഞങ്ങൾക്കും അതിൽ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ ആദ്യം വന്നതല്ലേ. ആ വിചാരം പിന്നീട് സംസാരമായി. ഞങ്ങൾ പകലിൻ്റെ ചൂടും അതെല്ലാം അസ്വസ്ഥതകളും കൊണ്ട് ഞങ്ങൾ പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് ഇത്ര കിട്ടിയുള്ളോ എന്ന് ചോദിക്കുമ്പോഴാണ് പിന്നെ മറുപടി, ഞാൻ നിങ്ങളോട് ഒരു അനീതിയും കാണിച്ചിട്ടില്ല.
ഞാൻ നിങ്ങളോടൊരു അനീതിയും കാണിച്ചിട്ടില്ല. ഇതും നമ്മളൊന്ന് ധ്യാനിക്കുന്നതല്ല. നമ്മുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മൾ തന്നെയാ. പലപ്പോഴും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പെറുപെറുപ്പും അൺനെസസറി ടോക്സ് അതൊക്കെയാണ് നമ്മൾ തന്നെ തടസ്സത്തിന് കാരണമാകുന്നത്. നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയും ലൂക്കായുടെ സുവിശേഷത്തിലെ ധൂർത്തപുത്രൻ്റെ കഥയിലേക്കൊന്ന് പോയാൽ കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇളയവൻ വന്നു, വീട്ടിലെ തകൃതിയായ ആഘോഷം, കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന്, അങ്ങനെ നല്ല സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഒക്കെ സ്വരം കേൾക്കുമ്പോൾ മൂത്ത മകൻ അങ്ങനെ വന്നു. ഈ സ്വരം കേട്ടിട്ട് മൂത്ത മകൻ വേലക്കാരനെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. അതൊരു കുനിഷ്ടാണത്. അതായത് വേലക്കാരൻ ഉരുളക്കുപ്പേര് അല്ലെങ്കിൽ ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറയുന്നത് പോലെയാണ് വേലക്കാരനെ വിളിച്ച് ചോദിച്ചതാണ് മൂത്ത മകൻ്റെ അബദ്ധം. അതായത് ഈ അൺനെസസറി ടോക്സ്, ഈ ആദ്യ മണിക്കൂറിൽ വന്നവർ അവർ തമ്മിലൊരു സംസാരം ഉണ്ടായി. നമ്മൾ ആദ്യം വന്നതല്ലേ, എന്നിട്ട് നമുക്ക് അങ്ങനെ വന്നത്. അവിടെ ഒരു ചർച്ചയുണ്ടായി. ഈ ചർച്ചയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. ഇവിടെ വീട്ടിലിരുന്ന് ചർച്ചകൾ ഇങ്ങനെ സംസാരിച്ച് അത് ഹൃദയത്തിൽ വിചാരിച്ച് ചർച്ച ചെയ്ത് അത് പിന്നെ പ്രവൃത്തിയിലേക്ക് വരും, വാക്കുകളായിട്ട് പുറത്തേക്ക് വരും. പറഞ്ഞത് അബദ്ധമായി എന്ന് തോന്നുന്ന വിധത്തിൽ അങ്ങനെ ഈ ചർച്ച അവർ നടത്തിയിട്ടുണ്ട്. അത് കൊള്ളാലോ, ഞങ്ങൾ ആദ്യം വന്നതല്ലേ, അവസാനം വന്നവർക്കൊക്കെ അങ്ങനെ അത് ശരിയാകിയല്ല, അങ്ങനെ വിട്ടാൽ പറ്റില്ല, ഞങ്ങൾ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്നൊരു രീതി അവിടെ വരും. ഈ ചർച്ചയാണ്. അപ്പോൾ വേലക്കാരനെ വിളിച്ചത് ഒരു ചർച്ചയ്ക്ക് കാരണമായി. വേലക്കാരനെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മൂത്ത മകനല്ലേ, വീട്ടിൽ അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ, നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ട്, അല്ലെങ്കിലും ഈ ഒരു വിഷയത്തോടെ ഇളയ മകൻ വന്ന വിഷയത്തോടെ പോസിറ്റീവായിട്ട് അവൻ പെരുമാറിയിരുന്നെങ്കിൽ സന്തോഷിക്കേണ്ട കാര്യമല്ലായിരുന്നു. അവൻ എന്തിനാണ്? അപ്പം വേലക്കാരൻ ഒന്നുകൂടി ഏഷണി കയറ്റി കൊടുക്കുന്ന വിധത്തിലും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, നിന്റെ പിതാവ് അവന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. ഇത് കേട്ട പിന്നെ ആർക്കാ ദേഷ്യപ്പെടുക? അപ്പം അവൻ കോപിച്ച് വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു. അവൻ കോപിച്ച്. അപ്പോൾ ആദ്യം വേലക്കാരനോട് പോയി ചോദിച്ചത് അനാവശ്യമായ സംസാരം. വേലക്കാരനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അനാവശ്യമായ സംസാരം വേലക്കാരൻ ഏഷണി കയറ്റിക്കൊടുത്തു, പിരികയറ്റിക്കൊടുത്തു. അത് പിന്നെ അവൻ്റെ ഉള്ളിൽ അത് കോപമായിട്ട് മാറി. ഇനിയും ധൂർത്തപുത്രൻ്റെ കഥയിൽ അയാൾ സ്വത്തൊക്കെ വാങ്ങിച്ച് അത് ധൂർത്തടിച്ചെന്ന് മാത്രമേ ആദ്യ ഭാഗത്ത് പറയുന്നുള്ളൂ. വ്യഭിചാരികളുടെ കൂടെ പോയെന്ന് പറയുന്നില്ല. പക്ഷേ ഈ മൂത്ത മകൻ അങ്ങനെ ഒരു അൺനെസസറി ടോക്സ് കൈനിട്ട് കൊടുക്കുന്നുണ്ട്. വേശ്യകളോട് കൂട്ടുചേർന്ന് സ്വത്തെല്ലാം ധൂർത്തടിച്ച് വന്ന നിന്റെ ഈ മകൻ വന്നപ്പോൾ നീ അവന് വേണ്ടി കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. ഇവനെന്താ പന്തിക്കുട്ടിപ്പ് അല്ലെങ്കിൽ ധൂർത്തപുത്രൻ്റെ ഇളയവൻ്റെ കൂടെ പോയോ? അവൻ വേശ്യകളുടെ കൂടെ പോയെന്നറിയാൻ. അപ്പോൾ അവൻ്റെ കൈന്നിട്ട് പറഞ്ഞതല്ലേ, കൈന്നിട്ട് പറയുക. അങ്ങനെ അൺനെസസറി ടോക്സ് അതല്ലേ നമ്മുടെ തടസ്സത്തിന് കാരണം. പലപ്പോഴും നമ്മൾ ഒരാളുടെ വളർച്ചയും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും നമ്മൾ തന്നെ നമ്മുടെ മുന്നിൽ ബ്ലോക്കായി മാറുകയാണ്. ഇത് നമ്മളൊന്ന് ധ്യാനിക്കേണ്ട കാര്യമാണ്. നമ്മളിതൊന്ന് ധ്യാനിക്കണം. അപ്പം ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മുടെ തടസ്സം നമ്മൾ തന്നെയാണ്. ദൈവം നമ്മളോടൊരു അനീതിയും കാണിച്ചിട്ടില്ല. ഇന്നത്തെ ഒന്നാം വായനയിൽ ശ്രദ്ധിച്ച് ഒലിവ് മരത്തോടം അവിടെ രാജാവായി, വൃക്ഷങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒലിവ് പറയാണ്, ഞാൻ എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൃക്ഷമാണ്, എനിക്ക് എണ്ണ വിട്ടിട്ട് അങ്ങനെ വരാൻ പറ്റുകയില്ല. പിന്നെ പറയുന്നത് അത്തി പറഞ്ഞു, എനിക്ക് എൻ്റെ അത്തിപ്പഴം വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. ഇനി മുന്തിരിയോട് പറഞ്ഞു, എനിക്ക് വീഞ്ഞ് വിട്ടിട്ട് വരാൻ പറ്റില്ല. മുൾപ്പടർപ്പിനോട് പറഞ്ഞു, മുൾപ്പടർപ്പ് പറഞ്ഞു, എന്നെ നിങ്ങൾ കളിയാക്കരുത്, ഞാൻ വിളിച്ചാൽ എന്നെ വിളിച്ചിട്ട് കളിയാക്കരുത്, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇത് അതുപോലെയാണ്. എനിക്കും ഒലിവ് മരത്തിനും അത്തിമരത്തിനും മുന്തിരിച്ചെടിക്കും സ്ഥാനമുണ്ടായിരുന്നു. പക്ഷെ അത് തള്ളിക്കളഞ്ഞതാ, വെറുതെ ഒരു വർത്തമാനത്തിൻ്റെ പേരിൽ. എൻ്റെ കയ്യിൽ എണ്ണ ഉണ്ട്, എൻ്റെ കയ്യിൽ പഴമുണ്ട്, എൻ്റെ കയ്യിൽ വീഞ്ഞുണ്ട് എന്ന് പറഞ്ഞു അഹങ്കാരത്തിൻ്റെ ഒരു വർത്തമാനം കൊണ്ട് കയ്യിന്ന് പോയ ചാൻസുകളാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലും ദൈവാനുഗ്രഹങ്ങൾ നമ്മൾ തട്ടിക്കളഞ്ഞതാണ്. പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള നിമിഷങ്ങളുണ്ടെങ്കിൽ ദൈവത്തോട് സോറി പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും. ആ കാനായിലെ കല്യാണ നാളിൽ ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം വീഞ്ഞു തീർന്നു പോയത്? ഒന്നുകിൽ അവർ കുറേ ആളുകളെ വിളിച്ചു കൂട്ടി, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണമനുസരിച്ച് ഭക്ഷണം പാചകം ചെയ്തില്ല.
ഇതൊരു അബദ്ധം അവർക്ക് പറ്റി. അപ്പം അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ പറ്റിപ്പോയമ്മ കല്യാണം അതങ്ങനെ നല്ലതായിട്ടൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്തില്ല, ഞങ്ങൾക്ക് പറ്റിപ്പോയി. അമ്മ പണ്ട് പഠിക്കാൻ പറഞ്ഞതാ, പഠിച്ചില്ല, അതുകൊണ്ട് ഇപ്പം കല്യാണം കിട്ടുന്നില്ല, നല്ലൊരു ജോലിയില്ല, പറ്റിപ്പോയി കർത്താവേ. ഇനി എന്തെങ്കിലും ഈ ഉള്ളവൻ്റെ ഈ ഒരു അവസ്ഥ വെച്ചിട്ടെങ്കിലും എന്നെ ഒന്ന് അനുഗ്രഹിക്ക് എന്ന് പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ രക്ഷപ്പെടും. അൺനെസസറി ടോക്കിനേക്കാൾ വലുതാണ് ദൈവത്തോട് അബദ്ധങ്ങൾക്ക് സോറി പറഞ്ഞു നോക്കാം, ദൈവം രക്ഷിക്കും. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ. കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. നാഥാരാധന ആരാധന, പാടാമാരാധന ആരാധന, നാഥാരാധന ആരാധന, പാടാമാരാധന ആരാധന. പരിശുദ്ധ അമ്മയുടെ സുന്ദരമായ ശക്തമായ അഭിഷേകമുള്ള വേളാങ്കണ്ണി മണ്ണിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കഴിവുകേടുകളുണ്ട്, അബദ്ധങ്ങളുണ്ട്, കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. ഇതൊന്ന് മനോഹരമാക്കി തരണമേ മാതാവേ. പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചൊരാ കൈകളിൽ നാഥ ഏകിടുന്നു ഞങ്ങളെ പൂർണ്ണമായി. കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി, കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി. ആത്മദാനമായി നൽകാം അപ്പവും വീഞ്ഞും. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വാക്കിലും പ്രവൃത്തിയിലും നിസ്തുലനായി അങ്ങേ സഭയിലേക്ക് ഈ ഭാവം നിലനിൽക്കാനായി തീക്ഷ്ണതയോടെ പ്രയത്നിച്ച് ആ ശ്രമശ്രേഷ്ഠനായ വിശുദ്ധ ബെർണാഡിൻ്റെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹിമയ്ക്കായ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഈ കൂദാശ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ,
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ ബെർണാഡിൻ്റെ തിരുനാളാഘോഷത്താൽ ആനന്ദിക്കുവാൻ അങ്ങ് സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യ ജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങെ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസ്സാല് പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു.
എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായ രാജ്മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. വിയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ ബെർണാഡിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ ബെർണാഡിൻ്റെ ആഘോഷത്തിൽ ഞങ്ങൾ സ്വീകരിച്ച ഭോജനം ഞങ്ങളിൽ അതിൻ്റെ ഫലമുളമാക്കണമേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാതൃകയാൽ ശക്തരായും പ്രബോധനങ്ങളാൽ ഉദ്ബോധിതരായും അങ്ങ് അവതീർണമായ വചനത്തോടുള്ള സ്നേഹത്താൽ ഞങ്ങൾ ആകർഷിക്കപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ ആശീർവാദ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഇവരിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും
നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. നിൻ പൊന്നോമൽ സുതനാം ഈശോ മിശിഹാ വഴിയാൽ ഏകീടണമേ അമ്മേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. സ്വർലോകരാജ്ഞി കരുണാംബികയാമെന്നമ്മേ, കണ്ണീരിലാഴുമ്പോൾ കൈകൾ നീട്ടൂ. കണ്ണീർ തുടച്ച് എൻ കണ്ണിൽ അഞ്ജനമെഴുതിച്ച് ഈശോയിൽ എന്നെ നീ ചേർക്കേണമേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. നീറുന്ന മനസ്സിൻ കരുണാമൃതമേകൂ അമ്മേ, തളരാതെ എന്നെ നീ താങ്ങിടണമേ. കനിപോലും നിൻ തിരുക്കൈകൾ നീട്ടി എന്നെ കരതാരിൽ കൺമണി പോലെ കാത്തിടണമേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ.